മതി അറിയാലോ. ഇപ്പൊ കൈ പറയല്ലേ, മറ്റേത് കൈ ഇങ്ങനെ പിടിച്ചിട്ടേ അങ്ങോട്ട് കൊണ്ട് കാണാട്ടെ. യൂട്യൂബിലിടാൻ കൈ വേനെടുക്ക. അപ്പൊ അത് ഇങ്ങനെ പിടിച്ച ഒരേപോലെ വന്നിട്ട് എന്തായാലും മണ്ടൻ സൗത്ത് വന്നിട്ട് എന്തായാലും നല്ല കാര്യം കിടക്കാൻ നിന്നാ. പക്ഷെ ഞങ്ങൾ കിടന്നത് അവൻ വന്നിട്ട് പുറത്ത് അവിടെ ചന്ദ്രകരാണ് മാർക്കറ്റിലെ ഷൗക്കില്ലേ. ഞാൻ ന്യൂസ് കണ്ടു, ഞാൻ പിന്നെ ഇറങ്ങണ്ട വിചാരിച്ചു. അവൻ ഈ സംഭവം തിരിച്ച് പറഞ്ഞ വഴിക്ക് ആൾക്കാർ സലാം മേടിക്കലും കണ്ടിട്ട് അവൻ പറഞ്ഞു പറയും 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ബിൽഡിങ്ങിന്റെ സൈഡിൽ ഞാൻ മാത്രം കാണിച്ചില്ല. ഞാനപ്പോഴും ജയ്പാത്തിൽ കിച്ചണിൽ ഉടക്കന്നെ അല്ലടാ ചന്ദ്രഗ്രഹണം ഉണ്ടാവും, പക്ഷെ ഇത്ര ക്ലിയറിലും ഇതായിട്ടും കാണാൻ പറ്റില്ല. അതാണ് ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇന്ന് പൂർണ്ണ ചന്ദ്രനാണ്. അതുകൊണ്ട് ഇതിപ്പോ എന്താണെന്നറിയോ, ഇത് മുഴുവൻ കവർ ചെയ്തിട്ട്, കാരണം സൂര്യന് ഇടയ്ക്കായത് കാരണം ചന്ദ്രൻ തീരെ ചെറുതാണ്, ഭൂമി ഭയങ്കര സൈസാണ്. അപ്പൊ അതിന്റെ നിഴല് കുറച്ചു നേരം ഉണ്ടാവും. അതല്ല, ഇതിനിപ്പോ നമ്മള് വെയിറ്റ് ചെയ്തപ്പോ ഇതിന്റെ നിഴല് പോണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഫുൾ കവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാം. മാറി വരുന്ന അറിയണ്ടേ. താനീ ക്യാമറ ഇങ്ങനെ വെച്ചു രാവിലെ നിർത്താൽ മതി, അവനെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ പോയി കിടക്കുമ്പോ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരാം. എന്തായാലും ആ ഫൈനൽ ടൈമിൽ നമ്മൾ എത്തിയിട്ടാ. ഞങ്ങൾ വരുമ്പോ ഒരു 75% കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഞങ്ങൾ ചോദിച്ചാ ആരും ഇല്ല, ചേട്ടനൊക്കെ ഉറങ്ങില്ലോ. ചേട്ടൻ ഗെയിം കളിച്ചിരിക്കണ്ടാവുന്നു. പുതിയ ആള് പോകുന്നുണ്ടല്ലോ. എന്ത് പരിപാടി ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത്. അങ്ങനെയൊക്കെ തന്നെ കഥകള്. അപ്പൊ ചന്ദ്ര എവിടെയാവും, നമ്മളിവിടെ നിൽക്കണേ. അപ്പൊ ഇതിന്റെ അടിയിലാവും. ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നോ, കഴിഞ്ഞ 19-ാം തീയതി 4 നക്ഷത്രങ്ങൾ ഒരുമിച്ച് കാണായിരുന്നു. അതായത് ഉദിക്കണ സമയത്ത് നേരെ ഓപ്പോസിറ്റ്. ശരിയാ, ജേടൻ കണ്ടാ? ഞാൻ നോക്കാൻ പറ്റില്ല. ആരും മറന്നു. ഇതിപ്പോ കളിക്കാൻ വന്ന സമയത്ത് ഞാൻ ചന്ദ്രനെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 11:30. അപ്പൊ ഞാൻ വിചാരിച്ചു 9:30 വന്ന് നോക്കണം കേട്ടാന്നൊക്കെ വിചാരിച്ചാ മറന്നുപോയത്. ഇത് കംപ്ലീറ്റ് മറക്കൂട്ടാ. റെക്കോർഡിംഗ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ എന്ന് പറയും. വണ്ടി വന്നിട്ടൊരു എന്നെ കൊണ്ടാറെപ്പോഴാണ് അവര് പുറത്ത് ബാറ്ററി കഴിയുണ്ടോ സംശയം കിട്ടും. ഇല്ല, 56 മിനിറ്റ് ഉണ്ടല്ലോ. 1 മണിക്കൂർ എടുക്കാം. ഇതിപ്പോ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ പോകാല്ലേ. അല്ല, എന്തായാലും നമ്മൾ ആ ഒരു സംഭവം കണ്ടു പേപ്പറിലൊക്കെ. കാരണം എന്തെന്നറിയോ, ഇത് ആക്യുറേറ്റ് ആയിട്ട് വരാത്തതിന്റെ കാരണം എന്താണ്? നേരെ മറിച്ച് സൂര്യഗ്രഹണമാണെന്ന് വിചാരിച്ചോ, ശരിക്കും ഷാർപ്പായിരിക്കും എഡ്ജ്. പക്ഷെ ഇത്ര ക്ലിയർലി നമുക്ക് സൂര്യഗ്രഹണം നമ്മുടെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് മൊത്തം മൂടിയിട്ട് നമ്മൾ ഇതുവരെ വിസിബിൾ ആയിട്ട്. സൂര്യഗ്രഹണം ഉദ്ദേശിച്ച ചന്ദ്രഗ്രഹണം അല്ല. സൂര്യഗ്രഹണം എങ്ങനെയായാലും ഷാർപ്പ് എഡ്ജ് കിട്ടും നമുക്ക്. ചന്ദ്രൻ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും കിട്ടും. പക്ഷെ ഈ ഇതേപോലെ മൂടിയിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് മാറുന്നത്. അല്ല, ഇതേപോലെ അധികം നേരം ഉണ്ടാവില്ല. ഇരുട്ട് വന്നിട്ട് ഞാൻ അത് ഇപ്പൊ കഴിഞ്ഞ തവണ നാട്ടിലുണ്ടായി. കഴിഞ്ഞ തവണ നാട്ടിലൊരു ഈവനിങ് ലുക്ക് ഉണ്ടായിരുന്നു. ഒരു ചോപ്പ് കളർ വന്നിട്ടല്ലേ ഒരു പ്രാവശ്യം. അതെങ്ങനെയാ അറിയോ, ഫുള്ളായിട്ട് കവർ ചെയ്യില്ല. ഒരു റിങ്ങിന് കാണും, ഔട്ടർ റിങ്ങിന് കാണും. കാരണം ആ സൈസിന്റെ പ്രശ്നം കാരണം
ഔട്ടർ റിംഗ് എന്ന് പറഞ്ഞാൽ അത് മൂടിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള സൈഡ് എഡ്ജിലുള്ള പ്രകാശമല്ല. ഗ്ലോയിങ് ഇങ്ങനെ വരും. അതൊരു 4 മണിക്ക് 5 മണിക്ക് ആ സമയത്തായിരുന്നു കൊണ്ട് അല്ല, കാരണം എല്ലാവരും പേടിച്ചു. കാരണം ചുവപ്പ് കളർ മൊത്തത്തില് ആകാശത്ത്. ഞാൻ എന്റെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് സംഭവം കവറാവുണ്ട്, പക്ഷെ സ്ലോയിലാണ് മാത്രം. അപ്പോ ഇത് കവർ ചെയ്ത് പുറത്ത് വരണമെങ്കിൽ ഇപ്പൊ മണിക്കൂർ എടുക്കുന്നു എനിക്ക് തോന്നുന്നു. 2:30 ടൈം കൂടെ ഇന്നത്തെ. ഓ പോയാലാ ഒരു പേരുണ്ട് വഴിയൊക്കെ വളരെ എന്തായാലും മെയിൻ സംഭവങ്ങൾ കണ്ടില്ല. അതെ അതെ. ഒരു പേരുണ്ട് വഴിയല്ലേ കാറിന് എടുക്കില്ല, കിട്ടില്ല.